ఏడుకొండలవాడ వెంకటరమణ గోవింద ఏడుకొండలవాడ వెంకటరమణ గోవింద. നമസ്കാരം. നാളെ ജനുവരി മാസം 11-ാം തീയതി, നക്ഷത്രം പൂരാടം, അമാവാസി. ചില നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിക്കുന്ന സമയം. നല്ല സമയമാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം. നാളെ 2 വിശേഷ ദിവസങ്ങൾ. ഒന്ന് അമാവാസിയാണ്, മറ്റൊന്ന് ഹനുമാൻ ജയന്തിയാണ്. പിതാവില്ലാത്തവർ അമാവാസി നാളിൽ വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. അങ്ങനെ വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഇവർ പോകും. ദുഃഖങ്ങളൊക്കെ ഒഴിയും. ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. ഒപ്പം ദാനധർമ്മങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുക. ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് മാറ്റം വന്നു ചേരും ജീവിതത്തിൽ. മറ്റൊരു വിശേഷം ഹനുമാൻ ജയന്തി എന്നതാണ്. ഹനുമാൻ ജയന്തിയിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. ഹനുമാന് വഴിപാടുകൾ അർപ്പിക്കുക, വടമാല ചാർത്തുക. ദുഃഖങ്ങളൊക്കെ ഒഴിയും. സീതാദേവിയെ പല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചവനാണ് ഹനുമാൻ. ആ ഹനുമാൻ നിങ്ങളെയും രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ദുഃഖങ്ങളൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നവൻ ഹനുമാൻ. എല്ലാ സങ്കടങ്ങളെയും മാറ്റുന്നവൻ ഹനുമാൻ. പണ്ഡിതൻ, ദൈവങ്ങളിൽ ദൈവം. ആ ഹനുമാനെ നിങ്ങൾ വണങ്ങുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. നാളെ മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് നാളെ മുതൽ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും, ഉറപ്പാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. മറ്റെന്തെങ്കിലും കുറിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഗജകേസരി യോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനുള്ള നാളുകളിൽ. ജനുവരി മാസം 11-ാം തീയതി മുതൽ ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന 9 നക്ഷത്ര ജാതകർ. ഈ 9 നക്ഷത്ര ജാതകർക്ക് ഇനി അവർക്ക് എത്ര ദുഃഖമുണ്ടെങ്കിലും ആ വലിയ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും, ഉറപ്പാണ്. ഏതാണ് ഈ 9 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നതിന് മുമ്പ്, റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ആ നക്ഷത്ര ജാതകരെ അറിയും മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കണം. ജീവിതത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇവർ ദാനധർമ്മങ്ങൾ നടത്തുക. ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു അവസരമാണ് വന്നു ചേരുന്നത്. ഇവർ ദാനധർമ്മങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, 2 or 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് ആഴ്ചയിൽ 2 തവണയെങ്കിലും പ്രാർത്ഥിക്കണം ഈ നക്ഷത്ര ജാതകർ. എങ്കിലേ ഇവർക്ക് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുകയുള്ളൂ. ജീവിതം മാറണം. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരണം. എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരണം. ഭാഗ്യശാലികളായ ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ആദ്യം അല്പസ്വല്പ വിഷമതകൾ ഉണ്ടെങ്കിലും പിന്നെ കർമ്മപഥം പുഷ്ടിപ്പെടും. ബിസിനസ് മേഖലയിൽ വിജയം കൊയ്യും. അങ്ങനെ അവർ ധനവാന്മാരാകും. സൗഭാഗ്യ സമ്പന്നരായിത്തീരും. എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ ഇവർ കരസ്ഥമാക്കും. രണ്ടാമത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തികയാണ്. സമ്പത്ത്, കീർത്തി, ആരോഗ്യം, ബുദ്ധി എന്നിവ വർദ്ധിക്കും. വിദേശ രാജ്യങ്ങളിൽ നാനാ തുറകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ഭാവി ഉണ്ടാകും. ഈ 2 നക്ഷത്ര ജാതകരും റോക്കറ്റ് പോലെ കുതിച്ചുയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവർക്ക് ഗജകേസരി യോഗമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം തന്നെയാണ്. മൂന്നാമത്തെ നക്ഷത്രം മകീരമാണ്.
ഇവർ സ്വദേശത്തായാലും വിദേശത്തായാലും ഇവർ കത്തിജ്വലിക്കും. അല്പം ഈശ്വരാധീനം മറയും എങ്കിലും ഇവരിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരും. അതായത് ഈശ്വരാധീനം കുറയുന്നതിൻ്റെ ചില സൂചനകളൊക്കെ ഇവരിൽ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവർക്ക് തന്നെ അത് അറിയാവുന്ന കാര്യമാണ്. പല ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് ചില നന്മകളൊക്കെ ചെയ്തിട്ട് ഇവർക്ക് തന്നെ അത് പാരയാവുന്ന ഒരു അവസ്ഥ തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നീട് ഇവർക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും നന്മ ചെയ്തിട്ട് അവർ ഒന്ന് തിരിഞ്ഞുപോലും ഇവരെ നോക്കാറില്ല. അത്രയേറെ ദുഃഖത്തോടു കൂടി കഴിയുന്നവർ തന്നെയാണ് ഇവർ. ഇനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ ആദ്യമൊക്കെ അല്പം ഈശ്വരാധീനം കുറയും എന്ന് കരുതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ്. നല്ല അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ്. ആ 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. കിട്ടാനുള്ള ധനമൊക്കെ തടസ്സപ്പെടുന്ന ഒരു സമയം. അല്പസ്വല്പ ദോഷ സമയം തന്നെയെന്ന് പറയാം. എന്നാൽ ഒരു ഫെബ്രുവരി ആദ്യം മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അതിൻ്റെ ഒരു തുടക്കമെന്ന വണ്ണം ജനുവരി മാസം 11-ാം തീയതി ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരും. പിന്നീട് അങ്ങോട്ട് ഒരു വലിയ ഉയർച്ച തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് വളരെ വലിയ നേട്ടമായിരിക്കും. വലിയ ഉയർച്ച തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒത്തിരി അനുകൂലമായ ചില ഗോചരഫലങ്ങൾ ഇവരിൽ കാണുന്നുണ്ട്. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ്. ഈ ചിത്തിര നക്ഷത്രത്തെ ആർക്കും കടിഞ്ഞാണിടാൻ കഴിയില്ല. കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ പായുവാൻ കഴിയുന്ന നക്ഷത്രമാണ്. ധനവാനായി തന്നെ മടങ്ങി വരും. ഏത് ജ്യോതിഷ സന്യാസിമാർ എന്ത് പറഞ്ഞാലും ചിത്തിര നക്ഷത്രം കുതിക്കുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും അവർ നേട്ടം കൊയ്യുക തന്നെ ചെയ്യും. അവർക്ക് ഭാഗ്യമാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കളിയാടും. ഉറപ്പുള്ള കാര്യമാണ്. ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്തത് തൃക്കേട്ടയാണ്. ഇവർ റോക്കറ്റ് പോലെയല്ല, ജെറ്റ് പോലെ കുതിക്കും. ഉറപ്പാണ്. എല്ലാ രീതിയിലും ഭാഗ്യമാണ്. ഏകദേശം ഒരു ജനുവരി 11 അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രയേറെ ഉയർച്ചയാണ്, അത്രയധികം ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. ഉറപ്പ് തന്നെയാണ്. 7ാമത്തെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. ഇവിടെ ആര് എന്ത് ചെയ്താലും, അവർക്കെതിരെ എന്ത് ദോഷം ആര് ചെയ്താലും ഇവർ സസുഖം വാഴും. അതൊരു തത്വശാസ്ത്രമാണ്. ആർക്ക് എന്ത് പറ്റിയാലും അതൊന്നും ഗൗനിക്കാതെ സ്വന്തം കാര്യത്തിൽ ഇവർ രാജകീയത തന്നെ നേടും. അപ്പോൾ പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം ഗജകേസരി യോഗത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ഭാഗ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ആ ഭാഗ്യമുള്ള നക്ഷത്രം ഒത്തിരി നേട്ടം നേടുന്ന, അല്ലെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാൻ, രാജകീയ സുഖത്തോടുകൂടി വസിക്കാൻ കഴിയുന്ന ഏറെ ഭാഗ്യമുള്ള ആ നക്ഷത്രം നമുക്കറിയാം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിന് ഒരുപാട് കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി അവർക്ക് ഭാഗ്യമാണ്. ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ചതയം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. ആരെയും വിഷമിപ്പിക്കുന്നതൊന്നും ഇവർക്കിഷ്ടമല്ല. ഇവർക്ക് ആരെയും സങ്കടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. പക്ഷെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും ദുഃഖങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ഇവർ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്തുവാനോ ഒന്നും പോകാറില്ല എങ്കിൽ തന്നെയും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷഫലങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട്. ആർക്കെന്തുപകാരം ചെയ്താലും തിരിച്ച് ഒത്തുക, അങ്ങനെയൊക്കെ ഒത്തിരി ദോഷങ്ങളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവർ കാര്യമാക്കേണ്ട. ഇവർക്കിനി നല്ല സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിൽ പോകേണ്ട നക്ഷത്രമാണ് ചതയം നക്ഷത്രം. ഭാഗ്യശാലികൾ തന്നെയാണ്. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ 1 രൂപ നാണയം തിരുമേനിയുടെ കയ്യിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ച് പേഴ്സിലൊക്കെ വയ്ക്കുക. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും അത് ഇവർക്ക് ഒരുപാട് നേട്ടത്തിന് കാരണമാകും. അതായത് ഈ നക്ഷത്ര ജാതകർ, പ്രത്യേകിച്ച് സ്ത്രീ നക്ഷത്ര ജാതകർ
രാജ്ഞിയെപ്പോലെ ജീവിക്കുവാൻ യോഗമുള്ളവർ തന്നെയാണ്. രാജ്ഞിയെപ്പോലെ വാഴും. അടുത്ത നക്ഷത്രം രേവതിയാണ്. അല്പം ധിക്കാരവും ആരെയും വകവയ്ക്കാത്തതും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത രേവതി നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഇവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കുന്ന സമയമാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് രേവതി നക്ഷത്ര ജാതകർ എത്തുന്നത്. രേവതിക്ക് ഗജകേസരി യോഗമാണ്. ഒത്തിരി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പാണ്. ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ, ഒത്തിരി നേട്ടങ്ങൾ ഇവരുണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ఏడుకుంటలవాడ వెంకటరమణ గోవిందా గో